ദേ പാറയ്ക്ക് മുകളിൽ വണ്ടി എത്തി. അതെ, പാറയ്ക്ക് മുകളിൽ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താന്ന് ഒരു കൗതുകം തോന്നി കാണത്തില്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ കുറേ കൊല്ലത്തെ ആഗ്രഹം സഫലമാക്കിയ ഒരു ദിവസത്തേക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നിയ ഒരു ദിവസമാണ്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഈ ആഗ്രഹം നിറവേറാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയത് അനുവച്ചയാണ്. നിങ്ങൾ പലർക്കും അറിയാം, അനുവച്ച മുണ്ടക്കയം 2ാം വാർഡിന്റെ മെമ്പറാണ്. ഒരു മെമ്പറായി ഇരിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമവും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരാളായിരിക്കണം അവിടുത്തെ മെമ്പർ. അതുകൊണ്ടാണ് അവർ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതിന് 101% നീതി പുലർത്തിയ ഒരാളാണ് അനുവച്ച. മുണ്ടക്കയം പാറയിലമ്പലക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അവർക്ക് ഒരു നല്ല റോഡില്ലാത്തത്. അവരുടെ കഷ്ടപ്പാടിനുള്ള ഫലം, അല്ലെങ്കിൽ അവരുടെ ആ റോഡ് എന്ന സ്വപ്നമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം അവിടുത്തെ മെമ്പറായി അനുവച്ച നിൽക്കുമെങ്കിൽ അവരുടെ ആഗ്രഹവും സ്വപ്നവും അനുസരിച്ച് അനുവച്ച അതിന് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു നിസ്സാര സംഭവമല്ല. മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അനുവച്ച അങ്ങനെ നിൽക്കുമ്പോൾ അത് വെറും ഒരു ചെറിയ കാര്യം, ഒരു നിസ്സാര കാര്യം അല്ല അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് ഈ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം കഷ്ടപ്പാട് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. അവിടുത്തെ ജനങ്ങൾ അനുവച്ച് തിരഞ്ഞെടുക്കുമ്പോൾ അനുവച്ച് അവരുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോട്. ഈ ഒരു സംഭവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അനുവച്ച മുൻകൈ എടുത്ത് ചെയ്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാട്ടോ. അപ്പോൾ ഉദ്ഘാടന സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇതിനൊരു തടസ്സമേ ആയിരുന്നില്ല. അപ്പോൾ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് അനുവച്ചയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ അങ്ങനെ ഒരു റോഡ് ഇവിടെ വരാൻ സാധിച്ചത്. കാരണം ഒരുപാട് ആൾക്കാരുടെ വീടിൻ്റെ പകുതി അല്ലെങ്കിൽ അവരുടെ ബാത്റൂം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു റോഡ് കൊണ്ടുവന്നത്. അത്രയും ജനങ്ങളും അനുവച്ചയുടെ കൂടെ ആണെങ്കിലും എല്ലാവരുടെയും കൂടെയും സഹകരിച്ച് നിന്നുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സ്വപ്നം ഇവിടെ നിറവേറ്റാൻ പറ്റിയത്. അത് ശരിക്കും ഒരു സന്തോഷകരമായൊരു നിമിഷം തന്നെയാണ്. ഈ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്തത് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സാറാട്ടോ. അപ്പോൾ സാറ് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം അനുവച്ച് എല്ലാവരും ആദരിച്ചു. അതുപോലെ തന്നെ ഈ ഒരു റോഡ് ഇവിടെ വരാൻ വേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അന്ന് ആദരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ MLA എല്ലാവരും ചേർന്നിട്ട് ആ റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പുതിയ റോഡ്. ശരിക്കും റോഡ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ നേരത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിനുവേണ്ടി അവരെടുത്ത ആ ഒരു ഡെഡിക്കേഷൻ ഓർത്തിട്ട് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതെങ്ങനെ പറഞ്ഞത് വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് അനുസരിക്കും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാർക്കും ഒക്കെ എത്രമാത്രം സന്തോഷമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളല്ലേ. ഇപ്പോൾ അതിലേക്കൂടെ വണ്ടി പോകും, ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റും, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും.